ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, ചാക്ക് താഴെ വീണ് പൊട്ടി. ആ കിളവൻ എന്ത് പോക്കരുതാണോ കാണിക്കണേ? നമുക്ക് പട്ടിണി കിടക്കാം, പക്ഷേ കൂടെ ഒരു കുഞ്ഞുണ്ട്. അവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മോളാ ഇവള്. വന്ദനെ, ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ പട്ടിണിക്കിടുവോ? നീ മോള് എന്റെ മോള്. ജഗ, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. വന്ദനെ, ഇത്രയും നാളും പൊതുപ്രവർത്തകനായിട്ട് നടന്നവനെ ഞാൻ. ഭാര്യ ജോലിക്ക് പോകുന്നത് കുറച്ചിലായിട്ടല്ല. എന്റെ വിയർപ്പിന്റെ അന്നം നിങ്ങൾ രണ്ടാളും കഴിക്കുന്നത് എനിക്ക് കാണണം. ജഗ, അതല്ല. ഈ അവസ്ഥയില് എനിക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ. വേണ്ട, പ്ലീസ്. അച്ഛൻ ഒരുപാട് വട്ടം നിർബന്ധിച്ചതാ അങ്ങോട്ട് ചെല്ലാൻ. വന്ദനയുടെ അച്ഛൻ എന്നെയും വിളിച്ചിരുന്നു. വന്ദനമ്മേ, നമുക്ക് അച്ഛനെയും അച്ഛമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മോൾക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണോ? അവരെ മാത്രമല്ല, മുത്തശ്ശിയെയും സുചിത്ര ആന്റിയെയും ഗോകുലേട്ടനെയും വിനു അങ്കിളിനെയും ഒക്കെ കാണണം. പിന്നെ മനോജ് അങ്കിളിനെയും കാണണം. ഒരാളുടെ പേര് വിട്ടുപോയല്ലോ, പ്രകാശൻ അങ്കിളിന്റെ. പ്രകാശ് അങ്കിളിനെയും കാണണം. പ്രകാശ് അങ്കിള് ചില സമയത്ത് പാവുക, ചില സമയത്ത് ദിയമോളെയും അച്ഛനെയും ഒക്കെ വഴക്ക് പറയും. നമുക്കേ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. അത് മതി. വന്ദനമ്മേ, ആ ഫോണിങ് എടുക്ക്. ഞാൻ അച്ഛമ്മേനെ വിളിച്ചിട്ട് വരാം. ഇനി ഇവിടെ നടന്നതൊക്കെ ഒരു പൊടി പോലും വിടാതെ അച്ഛമ്മയോട് പറയും. പാവം രാജകുമാരിയെ പോലെ വളരേണ്ട കുഞ്ഞ്. എല്ലാം ഒരു വിധി. വന്ദനെ, ഭീമോള് ഒരു കുറവില്ലാതെ രാജകുമാരിയെ പോലെ തന്നെ നമ്മൾ വളർത്തും. എന്റെയും വന്ദനയുടെ കൊട്ടാരത്തിലെ രാജകുമാരി. എത്തി. ഞാനേ സിമന്റ് ഇറക്കി വെക്കാം. സിമന്റ് എത്തി. യൂണിയൻകാരെത്തിയല്ലോ. ലോഡ് വേഗം വാ. വണ്ടി ഇറക്കട്ടെ. ഇറക്കാൻ പറ്റ കൂലി എത്രയെന്ന് പറയാം. 2000 രൂപ. അത് കൊള്ളാം. വെറും 5 ചാക്ക് സിമന്റ് 2000 രൂപയോ? അത് നടക്കില്ല. നിങ്ങൾ ഇറക്കണ്ട. എന്നാ തന്നെ ഇറക്കണോ? കാണട്ടെ. ഇറക്കൂടാ, ഞാൻ ഇറക്കും, കാണിച്ചു തരാം. അപ്പൊ പിന്നെ തർക്കമില്ലല്ലോ. പിന്നെ സിമന്റിന് ആകെ 400 രൂപയുള്ളൂ. ഇറക്കൂലി 2000 രൂപ. എവിടത്തെ ഇടപാടാണോ?
ആ ആകാശേ, സിമന്റ് വന്നു. ദേ ഇറക്കാൻ 2000 രൂപ വേണമെന്ന് അവര് പറയണത്. 10ന്റെ പൈസ ഞാൻ കൊടുക്കില്ല. യൂണിയൻകാരുടെ ശല്യം ഉണ്ടായിരിക്കാനാ രാത്രി സിമന്റ് ഇറക്കിയത്. യവന്മാർ വന്ന് ചാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും ഇവിടുത്തെ ഒഴിവാക്ക് സാറേ. ദേ ഒരു നയാ പൈസ ഞാൻ ഇവർക്ക് കൊടുക്കില്ല. സിമന്റെ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഒരു പ്രശ്നം തീർന്നല്ലോ അല്ലേ? ഇയാൾ ഇറക്കുമോ തിരിച്ചു കൊണ്ടുപോ എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ അവൻ വാരി തിന്നട്ടെ. തിന്നൂടാ, തിന്നും. ഞങ്ങളെ ഇപ്പൊ പോവുക. പലിശ സഹിതം ഞങ്ങൾ മുതലാക്കിക്കോളാം. മുതലാക്ക് ചെല്ല് പോ. വാടാ. അല്ല പിന്നെ ഡോ അവര് പോയി. തന്റെ സെക്യൂരിറ്റി അകത്തില്ലേ? ഉണ്ട്. അയാളോട് വന്ന് ഈ ചാക്കൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ. ശരി പറയാം. അല്ല പിന്നെ അതെ, എന്താ സാറേ? താനാ സിമന്റ് ഒക്കെ നിറക്കി വെക്കും. അല്ല, ഞാനിവിടുത്തെ സെക്യൂരിറ്റി അല്ലേ സാറേ? ഇപ്പോ സെക്യൂരിറ്റിമാര് തന്നെ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, നാളെ പോലെ താൻ വരണ്ട. വേണ്ട സാറേ, ഞാൻ തന്നെ എടുത്തു വെക്കാം. എന്നാ വാ.